നമസ്കാരം. ഡിസംബറിൽ പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിജ്ഞാപനം ചെയ്ത് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഏതാനും ദിവസം മുമ്പ് പറഞ്ഞതിനെ തുടർന്ന് കലങ്ങി മറിയുകയാണ് ബംഗാൾ രാഷ്ട്രീയം. ഇതിന് തിരിച്ചടിയായി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്റെ സർക്കാർ ദേശീയ പൗരത്വ രജിസ്റ്റർ പദ്ധതി നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ് രംഗത്തു വന്നതോടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായി പൗരത്വ നിയമം മാറിയിരിക്കുകയാണ്. ഇതിനിടെ കേന്ദ്ര സർക്കാർ ഉത്തരവ് വഴി ആധാർ കാർഡ് നിർജീവമാക്കിയവർക്ക് സംസ്ഥാന സർക്കാർ പ്രത്യേകം കാർഡുകൾ നൽകുമെന്ന നിലപാട് മമതാ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. ആധാർ കാർഡുകൾ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയും ജനങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ ജനങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് മമതാ ബാനർജി വ്യക്തമാക്കി. പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്ന പ്രത്യേക കാർഡ് ഞങ്ങൾ പുറത്തിറക്കും. ആധാർ പരാതി എന്ന പേരിൽ ഞങ്ങൾ ഒരു പോർട്ടൽ തയ്യാറാക്കിയിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ ഗവൺമെന്റിന്റെ പോർട്ടൽ. ആധാർ കാർഡ് നിർജീവമാക്കിയവർ എത്രയും വേഗം ഞങ്ങളെ അറിയിക്കണം. അങ്ങനെ അവർ അവരുടെ ജനാധിപത്യ, സാമൂഹിക, സാമ്പത്തിക അവകാശങ്ങൾ തുടർന്നും അനുഭവിക്കാൻ തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മമത തുറന്നടിച്ചു. ബംഗാളിനെ അടിച്ചമർത്താനാകില്ലെന്ന് പറഞ്ഞ മമതാ ബാനർജി റേഷൻ കാർഡ് മുതൽ ജാതി സർട്ടിഫിക്കറ്റ് വരെയുള്ള പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും അത് നിർവഹിച്ചിരിക്കുമെന്നും അസന്നിഗ്ധമായി പറഞ്ഞു. കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ രീതി അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ മമത ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തെഴുതുമെന്നും വ്യക്തമാക്കി. പൗരത്വ നിയമത്തിന്റെ പ്രാഥമിക രേഖയായ NRC ബംഗാളിൽ ഒരു കാരണവശാലും നടപ്പിലാക്കില്ലെന്നും ഒരു തടങ്കൽ പാളയവും ഇവിടെ സ്ഥാപിക്കില്ലെന്നും ഇത് അസമോ രാജസ്ഥാനോ മധ്യപ്രദേശോ അല്ലെന്നും മമത പ്രസ്താവിച്ചത് കേന്ദ്രത്തോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന സന്ദേശമാണ് നൽകുന്നത്. ആധാർ നിർജീവമാക്കിയവർക്ക് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കാൻ 3-4 ദിവസത്തിനുള്ളിൽ പ്രത്യേക കാർഡുകൾ വിതരണം ചെയ്യാനും മമത ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആധാർ കാർഡ് ഡീആക്ടിവേറ്റ് ചെയ്യുന്നവർ BJP ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിലെ അസംബന്ധത്തെ ചോദ്യം ചെയ്ത മമത ഇതൊരു ഫാസിസ്റ്റ് ഉത്തരവാണെന്ന് രൂക്ഷമായി പ്രതികരിച്ചു. അവർ എന്തിന് BJP ഓഫീസിൽ പോകണം? BJP ഓഫീസ് കലാപവും ഗുണ്ടായിസവും പ്രചരിപ്പിക്കുന്ന ഇടമാണ്. അവരെപ്പോഴെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടോ? അതിർത്തി പ്രദേശങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും അവർ അത് ചെയ്യുന്നു. പക്ഷേ ഇവിടെ അത് നടപ്പില്ല. ബംഗാളിനെ ഭയന്നതുകൊണ്ടാണ് അവർ ജനങ്ങളുടെ ആധാർ കാർഡുകൾ നിർജീവമാക്കുന്നത്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് കൂടുതൽ സീറ്റുകൾ നേടുന്നതിനായി BJP ജനങ്ങളെ കലാപത്തിന് പ്രേരിപ്പിക്കുകയാണ്. അതൊക്കെ നേരിടാനുള്ള കെൽപ്പ് ബംഗാളിനുണ്ട് എന്നും മമത അവകാശപ്പെട്ടു. ഇതിനിടെ ആധാർ പിൻവലിച്ചവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുമെന്നും ഒരു വ്യക്തിക്ക് ആധാർ കാർഡ് ഇല്ലെങ്കിലും സർക്കാർ നടത്തുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകാൻ തുടർന്നും കഴിയുമെന്നും തന്റെ സർക്കാർ അവർക്ക് പണം നൽകുന്നത് തുടരുമെന്നും മമതാ ബാനർജി വെട്ടിത്തുറന്നു പറഞ്ഞു. എന്തായാലും കേന്ദ്ര സർക്കാരുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് മമതാ ബാനർജി കച്ചമുറുക്കുന്നു എന്ന് വ്യക്തം. അത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് കാത്തിരുന്ന് കാണാം.